ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർക്കാരുടെ സ്വന്തം ഗുരുവായൂർ ആനക്കോട്ടയിലാണ്, അഥവാ പുന്നത്തൂർ കോട്ട. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആനസങ്കേതങ്ങളിൽ ഒന്നാണ് കേട്ടോ ഈ പുന്നത്തൂർ കോട്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ മുഴുവനും നമ്മളുടെ ആനവിശേഷങ്ങളാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണേ. ആനപ്രേമികളായിട്ടുള്ളവരും ഗുരുവായൂർ അമ്പലം സന്ദർശിക്കുന്നവരായിട്ടും അല്ലാതെയും ഒത്തിരി ജനങ്ങളാണ് ഒരു ദിവസം ഇവിടെ വന്നു പോണത്. വലിയവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയാണ് ഇവിടുത്തെ ചാർജ് വരുന്നത് കേട്ടോ. ഈ മുന്നിൽ കാണുന്നതാണ് പുന്നത്തൂർ കൊട്ടാരം. പുന്നത്തൂർ രാജവംശത്തിൻ്റെ ഭരണത്തിന് ശേഷം 1975 ഇത് ഗുരുവായൂർ ക്ഷേത്ര സമിതി ഏറ്റെടുക്കുകയും പിന്നെ ആനകളെല്ലാം സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രമായിട്ട് മാറ്റുകയാണ് ഉണ്ടായത്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഒരു വടക്കൻ വീരഗാഥ, പട്ടാഭിഷേകം, അങ്ങനെ കുറച്ച് നല്ല സിനിമകളൊക്കെ ഇവിടെയാണ് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ കോവിലകത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്കിപ്പോൾ പ്രവേശനമില്ല. ഞങ്ങൾ ഈ വരുന്ന സമയത്തൊക്കെ അവിടെ അറ്റകുറ്റപ്പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പുറമേ നിന്ന് കാണാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. കോവിലകം കണ്ട് കുറച്ചുകൂടി ഫ്രണ്ടിലായിട്ട് നടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു വലിയൊരു കുളമാണ്, നല്ല പച്ചക്കുളം. അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ തിട്ട് കെട്ടി മാറ്റി നിർത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആനകളെയൊക്കെ ഇവിടെ കുളിപ്പിക്കാറുണ്ടെന്നാണ് എൻ്റെ ഒരു ഊഹം മാത്രമാണ്, എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. ഞാൻ കുറച്ച് നേരം കുളം നോക്കി നിന്നു. പിന്നെ പക്ഷെ അതിൻ്റെ സൈഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി വേസ്റ്റ് മീൻസ് ഒത്തിരി കുപ്പികൾ, പ്ലാസ്റ്റിക് കുപ്പികൾ അവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വരുന്നവർ ഒഴിവാക്കിയിട്ട് കുപ്പികളാണെന്ന് തോന്നുന്നു ഇവർ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് ആദ്യം കണ്ടത് ഒരു ആംബുലൻസ് ഷെൽട്ടറാണ്, എമർജൻസിക്ക് വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. ഇവിടെ എപ്പോഴും ഉള്ളതാണ് ഈ സംഭവം. കുറച്ചുകൂടി മുന്നോട്ട് നടക്കുമ്പോൾ കാണുന്ന ഈ ഒരു ബിൽഡിങ്, ഇതാണ് ദേവസ്വത്തിൻ്റെ, ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഓഫീസ് കേട്ടോ. ഇവിടെ നിന്നാണ് ആനകളെയൊക്കെ ഉത്സവത്തിനും മറ്റും ഓരോ പരിപാടിക്ക് ബുക്ക് ചെയ്ത് കൊണ്ടുപോകണത്. കുറച്ചുകൂടി മുന്നോട്ട് നടക്കുമ്പോഴാണ് ആനകളെയൊക്കെ കണ്ടു തുടങ്ങണേ കേട്ടോ. അങ്ങ് നടന്നപ്പോൾ ദൂരേന്ന് തുമ്പിക്കൈ ആട്ടിക്കൊണ്ട് ഒരുത്തൻ നിൽക്കണ കണ്ടു. ഇവൻ്റെ പേരെന്താണെന്നും ഒന്നും അറിയില്ല, പക്ഷെ ആൾ നല്ല ഉഷാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തുമ്പി ആട്ടി നല്ല അടിപൊളിയായിട്ട് നിൽപ്പുണ്ടായിരുന്നു. കുറേ നേരം അവനെ നോക്കി നിന്നു ഞങ്ങൾ. ഇവൻ്റെ വിശേഷങ്ങളൊക്കെ ക്യാമറയിൽ പകർത്തിയിട്ട് നമ്മൾ അടുത്ത ആളെ കാണാൻ വേണ്ടി മുന്നോട്ട് പോവാണ് കേട്ടോ. ദേ നിൽക്കണ ഒരു കരിവീരൻ. ഞങ്ങളെ കണ്ടപ്പോൾ ആദ്യം ഭയങ്കര ഗാംഭീര്യത്തിലൊക്കെ നിന്നെങ്കിലും പിന്നെ ആളങ്ങ് ആടി തുടങ്ങി കേട്ടോ. കുറേ നേരം ഞാൻ അവനെ ഇങ്ങനെ നോക്കി നിന്നു. ഒരു വല്ലാത്തൊരഴക്, ആ കൊമ്പിനും ഒന്നും പറയാനില്ല, അടിപൊളി. കുറച്ച് നേരം എനിക്ക് ഡാൻസൊക്കെ കളിച്ച് നിന്നു. പിന്നെ അതൊക്കെ നോക്കി നിന്നിട്ട് നമ്മൾ അടുത്ത ആനേൻ്റെ അടുത്തേക്ക് വന്നേ. അങ്ങനെ വെൽക്കം ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് നടക്കുകയാണ് കേട്ടോ. ദേ നിൽക്കണു വേറെ ഒരുത്തൻ. ഇവൻ്റെ പേരാണ് ഗോപികൃഷ്ണൻ. ഇവിടുത്തെ ഒരു വില്ലാതി വീരനാണ് കേട്ടോ. നമുക്ക് ഇവിടുത്തെ ഏറ്റവും നേരിട്ട പ്രശ്നം എന്താ വെച്ചാൽ, ഒരു ആനയുടെയും പേര് വിവരങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ഓരോരുത്തരോട് ചോദിച്ചിട്ടാണ് ഓരോ ആനയുടെയും പേര് മനസ്സിലാക്കാൻ പറ്റിയത്. അങ്ങനെ ഇവൻ്റെ കുറച്ച് ആക്ഷൻസൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ടിലായിട്ട് നടക്കുകയാണ് കേട്ടോ. നടക്കണ വഴിയിലൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ ആനേനെ നിർത്തിയേക്കുക. അതുകൊണ്ട് ആദ്യം എങ്ങോട്ട് നോക്കുമെന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദേ നിൽക്കണ അടുത്ത മുതൽ. ഇവൻ ഒരു ഫേമസ് ആനയാണ് കേട്ടോ. ഇത് പേര് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മളുടെ ആക്ടർ സുരേഷ് ഗോപി ഇല്ലേ, സുരേഷ് ഗോപി നടക്കിയിരുത്തിയ ആനയാണ്. ലക്ഷ്മി നാരായണൻ എന്നാണ് ഈ ആനയുടെ പേര്. ഒരു കുട്ടിക്കൊമ്പനാണെന്നാണ് പറയണത്, പക്ഷെ ആളുടെ കുട്ടിയേക്കാൾ വലിയ കൊമ്പാണ് ആൾക്ക്. എന്തായാലും അവൻ നല്ല സ്മാർട്ടായിട്ട് അവിടെ നിന്ന് ആടി ഞങ്ങളെ വെൽക്കം ചെയ്തു. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് അടുത്ത് വരുത് നിൽക്കുന്നുണ്ട്. ഇവനാണ് സിദ്ധാർത്ഥൻ. ഇവൻ ഞങ്ങൾ വരുമ്പോൾ കുഴിയൊക്കെ ഉണ്ടാക്കി കുഴിയിൽ നിന്ന് മണ്ണും ചെളിയൊക്കെ വാരി സ്വന്തം മേത്തേക്ക് തന്നെ എറിയുന്ന പരിപാടിയിലായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഇവൻ്റെ ഓരോ ആക്ടിവിറ്റീസൊക്കെ ഞങ്ങൾ അങ്ങനെ നോക്കി നിന്നു. തൊട്ടടുത്താണ്, ഒരു വടം കെട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിന് അധികം ഡിസ്റ്റൻസ് ഇല്ലാതെയാണ് ഈ ആനകളെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ ആസ്വദിക്കാൻ പറ്റും ആനകളെയൊക്കെ. കുറച്ച് നേരം ഇവൻ്റെ ഓരോ ഇത് കണ്ടിട്ട് നമ്മൾ പിന്നെ മുന്നോട്ട് നടന്നു കേട്ടോ. ഞാനീ നടന്നു വന്നപ്പോഴേ ആദ്യം കരുതിയത് ആനയുടെ എന്തെങ്കിലും പ്രതിമയായിരിക്കും ഇതെന്നാണ് കരുതിയത്. പിന്നീടാണ് മനസ്സിലായത് ഇത് ആന തന്നെയാണെന്ന്. കാരണം അതുപോലെയാണ് ആനയെ നിർണ്ണയിച്ചത്. നിങ്ങൾക്ക് കണ്ടിട്ട് വല്ലതും തോന്നുന്നുണ്ടോ? അത്രയും ഭയങ്കര എന്താ പറയുക, ഒരു പ്രതിമ പോലെ ഒരു ആന. നല്ല ഭംഗിയുണ്ട്, നല്ല സൈസും ഉണ്ട് ഈ ആനേനെ കാണാനായിട്ട്. ഇവൻ്റെ പേര് ബാലു എന്നാണേ. ഇവനൊരു ആസാംകാരനാണ്. നല്ല മര്യാദയോടെ അടങ്ങി ഒതുങ്ങി അങ്ങനെ നിന്നു കുറേ നേരം.
അങ്ങനെ ബാലുവിൻ്റെ വിശേഷവും കണ്ടുകൊണ്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നപ്പോൾ സൈഡിലായിട്ട് വേറൊരുത്തൻ നിൽപ്പുണ്ട്, ഒരു കുമ്പൻ തന്നെ. പക്ഷെ ആൾ പേടിത്തൊണ്ടനാണോ എന്നൊരു സംശയം. ആദ്യം എന്നെ കണ്ടപ്പോൾ ഒന്ന് പുറകിലേട്ട് ആഞ്ഞു നിന്നിട്ട് ആണ് ആൾ പിന്നെ ഒന്ന് അനങ്ങാൻ തുടങ്ങിയത്. ഇനി എന്നെ നിരീക്ഷിച്ചതാണോ എന്നറിയാൻ പാടില്ല. ഞാൻ ശൂശു എന്ന് വിളിച്ചിട്ട് അവൻ ആദ്യം നോക്കിയില്ല. പിന്നെ അവൻ്റെ ആക്ഷനൊക്കെ കണ്ടപ്പോൾ ഓക്കെ, ഉഷാറാണെന്ന് തോന്നി. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ, അവിടെ ബോർഡൊന്നും ഇല്ല, പേരും ഇല്ല, സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, ചോദിക്കാൻ പറ്റിയില്ല. എന്തായാലും നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടയാന, ഉണ്ടപ്പൻ എന്ന് വിളിക്കാം നമുക്ക്. ഞാൻ പേരിട്ടു ഉണ്ടപ്പൻ. അങ്ങനെ ഉണ്ടപ്പൻ ആനേനെയും കുറേ നേരം നോക്കി നിന്നിട്ട് നമ്മൾ പിന്നെ അങ്ങ് ഫ്രണ്ടിലേക്ക് നടന്നു കുറച്ച്. അതെ, ഇവനാണ് ഇവിടുത്തെ അടുത്ത മുതൽ. ഈ ആനക്കോട്ടയിലെ ഒറ്റക്കൊമ്പൻ, ഗുരുവായൂരപ്പൻ്റെ വല്യാന എന്നാണ് ഇവനെ അറിയപ്പെടുന്നത്. ഇവൻ്റെ ഒരു കൊമ്പ് പഴുപ്പ് വന്നിട്ട് എടുത്തു കളഞ്ഞു എന്നാണ് കേട്ടോ കേട്ടത്. അടുത്തത് ഇവനാണ് ഈ വീഡിയോയിലെ ഏറ്റവും ഹൈലൈറ്റ്. ഇവനെ കാണാനാണ് ഞാൻ ഏറ്റവും ക്യൂരിയോസിറ്റിയിൽ നിന്നത്. ഇത് ആരും മുതലെന്ന് നിങ്ങൾക്കറിയോ? ഇന്ന് ഏഷ്യയിലെ ഏറ്റവും ഭാരം കൂടിയ ആന എന്ന റെക്കോർഡുള്ള ഗുരുവായൂർ നന്ദൻ ഒരു 1.5 മുതൽ തന്നെയാണ് കേട്ടോ. ഇതിനെ ഡയറക്റ്റ് തന്നെ കാണണം, എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഞാൻ കുറേ നേരം നോക്കി നിന്നു. തൃശ്ശൂർ പൂരത്തിന് തിടമ്പ് കയറ്റി ഇവൻ്റെ ഒരു വരവുണ്ട്. അതൊരു 1.5 കാഴ്ച തന്നെയാണ് കാണാൻ. അങ്ങനെ കുറേ നേരം നന്ദൻ്റെ കാഴ്ചകളും കണ്ട് പിന്നെ ഞങ്ങൾ മുന്നോട്ട് നടന്നു. ദേ നിൽക്കണ അടുത്ത വിരുദ്ധൻ. കാണുമ്പോൾ ഒരു പെണ്ണാനയായിട്ടൊക്കെ തോന്നും, പക്ഷേ ഇതൊരു മോഴയാനയാണ്. ഇവൻ്റെ പേര് ബാലകൃഷ്ണൻ. ഉത്സവത്തിനും പൂരത്തിനൊക്കെ പോകുമ്പോൾ വെപ്പ് കൊമ്പൊക്കെ വെച്ച് നല്ല ഉഷാറിൽ തലയെടുപ്പോട് കൂടിയിട്ടൊക്കെ പോകുന്നതാണ്. അത് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് തിരിഞ്ഞപ്പോൾ ദേ നിൽക്കണം ഒരു ഗജവീരൻ. ഇവൻ്റെ പേരെന്താണെന്ന് അറിയില്ല, എന്തായാലും നല്ല ഉരുണ്ട ഒരു ആനയാണ്. നല്ല ഭംഗിയുള്ള കൊമ്പുകളും ഒത്ത ശരീരവും ഒക്കെ ആയിട്ട് അവനിങ്ങനെ നിന്ന് പനമ്പട്ട തന്നെയാണ്. കുറേ നേരം അവനെയും ആസ്വദിച്ചിട്ട് ഞങ്ങൾ പിന്നെ നടന്നു മുന്നിലേക്ക്. ഇത് അങ്ങ് ദൂരെ നോക്കിക്കേ, അവിടെ എവിടെയൊക്കെ ആയിട്ട് വേറെ ആനകളെ നിർത്തിയിട്ടുണ്ട്. പക്ഷെ അവരെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതൊക്കെ കുറച്ചുകൂടി ഡേഞ്ചർ ആയിട്ടുള്ള ആനകളാണ്. പിന്നെ നമ്മളെയൊക്കെ മടലും മണ്ണും ഒക്കെ വാരി എറിഞ്ഞ് എല്ലാവരെയും ഉപദ്രവിക്കുന്നതാണ് കേട്ടത്. അതുകൊണ്ട് തന്നെ അവരെ ഒന്നും ഇതുപോലെ നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മാറ്റി പാർപ്പിച്ചേക്കുവാണെന്നാണ് അവർ പറഞ്ഞത്. അതും കഴിഞ്ഞ് ഇതേ ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഇവിടുത്തെ ഡാൻസ് മാസ്റ്റർ വിക്രം സാർ അല്ല, ബൽറാം. ഇവൻ്റെ പേരാണ് ബൽറാം. ഇവൻ ഇൻസ്റ്റഗ്രാം റീൽസിലും മറ്റൊക്കെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ഇവൻ്റെ ഡാൻസ് 24 മണിക്കൂർ ഇവൻ ഡാൻസാണെന്നാണ് കേട്ടത്. അതുകൊണ്ട് തന്നെ നല്ലപോലെ ഫേമസ് ആയിട്ടുണ്ട്. ഫുൾ ടൈം ഡാൻസാണ്. ഞാൻ ചെന്ന് അവിടുന്ന് അവൻ്റെ അടുത്തുനിന്ന് മാറുന്നവരെയും ഡാൻസ് തന്നെ. അത് കഴിഞ്ഞിട്ടും അത് തന്നെയാണ്. പക്ഷെ നമുക്ക് ടൈമില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ മുന്നോട്ട് നടന്നു കേട്ടോ. ആദ്യമൊക്കെ ഇവിടെ 66 ആനകളോളം ഉണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ നിലവിൽ 35 ആനകളേ ഉള്ളൂ. അതിൽ തന്നെ നമുക്ക് പകുതിയെ കാണാൻ പറ്റുള്ളൂ. ബാക്കി നേരത്തെ പറഞ്ഞ പോലെ ഡേഞ്ചർ ആയിട്ടുള്ളവരെയൊക്കെ മാറ്റി നിർത്തിയേക്കുവാണ്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഈ പുന്നത്തൂർ കോട്ടയിലെ 5 സുന്ദരികളായിട്ടുള്ള പിടിയാനകളിൽ ഒന്ന്. പേര് രശ്മി. 40 വയസ്സെന്നാണ് പറഞ്ഞത് അവർ. എന്തായാലും കാണാൻ നല്ല ചന്തമുണ്ട്, കൊമ്പില്ലാന്നേ ഉള്ളൂ. അങ്ങനെ അവളുടെ ആക്ഷൻസൊക്കെ കണ്ട് കുറച്ച് നേരം നിന്നിട്ട് പിന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് നടക്കുകയാണ് കേട്ടോ. അങ്ങനെ നടന്നപ്പോഴാണ് ഒരു നോ എൻട്രി ബോർഡ് കണ്ടത്. അങ്ങ് ദൂരെ 3-4 ആനകളും നിൽപ്പുണ്ട്. അങ്ങോട്ട് നമുക്ക് പ്രവേശനമില്ല. അവിടെയും നേരത്തെ പറഞ്ഞതുപോലെ അഗ്രസീവായിട്ടുള്ള ആനകളെയും മറ്റും നിർത്തിയേക്കുവാണ്. നമ്മൾ അങ്ങനെ മുന്നോട്ട് പിന്നെയും പോകുവാണ് കേട്ടോ. അങ്ങനെ അങ്ങ് പോയപ്പോഴാണ് അടുത്ത വില്ലൻ നിൽക്കുന്നത്. വില്ലനല്ല, വില്ലത്തിയാണേ. ഇതും ഒരു പിടിയാന തന്നെയാണ്. പേരറിയാൻ പാടില്ല. മറ്റേത് രശ്മിയാണെങ്കിൽ ഇതിൻ്റെ പേര് നമുക്കറിയില്ല. കുറച്ച് നേരം ഇവളുടെ വിശേഷങ്ങളും നോക്കി നിന്നിട്ട് നമ്മളങ്ങ് പിന്നെയും നടന്നു. കുറേ നടക്കാനുണ്ട്. 25 ഏക്കറിൽ പകുതിയോളം ഈ ആനകളും ആനവിശേഷങ്ങളുമാണ്. അതും കഴിഞ്ഞ് നോക്കിയപ്പോഴുണ്ടടാ അതേ ഒരുത്തൻ്റെ ഓരോ അഭ്യാസം. കുറേ നേരം അത് നോക്കി നിന്നു. ഇതെന്താണെന്ന് ആദ്യം മനസ്സിലായില്ല. പിന്നെയാണ് മനസ്സിലായത് ആൾക്ക് ഇപ്പോൾ മതപ്പാടാണ്. അതിൻ്റെ ഓരോ കോപ്രായങ്ങളൊക്കെയാണ് കാണിച്ചുകൊണ്ടിരുന്നതെന്ന് പിന്നെയാണ് മനസ്സിലായത്. പക്ഷേ അത് ഡേഞ്ചറായിട്ട് തോന്നിയെങ്കിലും പിന്നെ നമുക്കൊരു ക്യൂരിയോസിറ്റിയാണ് തോന്നിയത്. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ മതപ്പാടിൽ നിൽക്കുന്ന ആനകൾ ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത് നമ്മൾ മൊബൈലിൽ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഡയറക്റ്റ് കണ്ടപ്പോൾ അതൊരു രസമായിരുന്നു. കുറച്ചിങ്ങ് നീങ്ങി നിന്നിട്ടാണ് നമ്മളിതൊക്കെ കണ്ടത് കേട്ടോ.
ഈ കോട്ടയും അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളും എല്ലാം കൂട്ടി ഏകദേശം ഒരു 25 ഏക്കറോളം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ് ഒന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടുകയുമില്ല. അങ്ങനെ അവിടുത്തെ അഭ്യാസ പ്രകടനങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ടിലായിട്ട് നടക്കുകയാണ് കേട്ടോ. അതേ നിൽക്കണം അടുത്ത വില്ലൻ. എന്ത് മര്യാദയോട് കൂടിയിട്ടാണ് തുമ്പിക്കൈയും കെട്ടി നിൽക്കണ നിപ്പ് കണ്ട. ഇവൻ്റെ പേരാണ് സിദ്ധാർത്ഥൻ. ഇവിടുത്തെ ഒരു കുറുമ്പനാനയാണ്. ഇപ്പോഴത്തേക്ക് നിൽക്കണ നിപ്പ് നോക്കണ്ട, വില്ലനാണെന്നാണ് കേട്ടത്. എന്തായാലും നല്ല ഗാംഭീര്യത്തോടുള്ള നിപ്പും നോട്ടവും കണ്ടാൽ നമുക്കൊന്ന് പേടിയാവും. ദേ നിൽക്കണം നമ്മുടെ ലാസ്റ്റത്തെ ആന. ഇവൻ്റെ പേരെന്താണെന്നറിയാൻ പാടില്ല. എന്തായാലും നല്ല ഒത്ത കൊമ്പൊക്കെ ഉള്ള നല്ല അടിപൊളി മിടുക്കനായിട്ടുള്ള ഒരു ആന. കുറേ നേരം ഇവനെ നോക്കി നിന്ന് നമ്മൾ അങ്ങനെ മുന്നോട്ട് നടന്നു കേട്ടോ. ഇനി അങ്ങോട്ട് വേറെ ആനകളൊന്നും ഇല്ല. ഉണ്ട്, ഉള്ളിലാണ്, നമുക്ക് കാണാനൊന്നും പറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ അഗ്രസീവായിട്ടുള്ളത് കൊണ്ടായിരിക്കണം മാറ്റി നിർത്തിയേക്കുവാണ്. അങ്ങ് ദൂരെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വേറെ ആനകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 35ഓളം ആനകളെന്നാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ ഇതിൽ ഈ അഗ്രസീവായിട്ടുള്ള ആനകളെ മാറ്റി നിർത്തിയതല്ലാതെ പിന്നെ ഉത്സവത്തിനായിട്ടും ഒക്കെ ഓരോന്നിനും കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഇതാണ് നേരത്തെ പറഞ്ഞ പുന്നത്തൂർ കോവിലകം. നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമില്ല. ഇവിടെ എന്തൊക്കെയോ അറ്റകുറ്റപ്പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കണമെന്നാണ് നമുക്ക് അറിഞ്ഞത്. പല സിനിമകളും നേരത്തെ പറഞ്ഞ പോലെ വടക്കൻ വീരഗാഥ, പട്ടാഭിഷേകം, അങ്ങനെയുള്ള പല മൂവികളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ആനകളെയൊക്കെ കണ്ട് കൊതി തീർന്നിട്ടില്ല. ഇനിയും വേറെയും നമ്മൾ ആനകളെയൊക്കെ തപ്പി പോകുന്നതാണ്. അടുത്ത ആനവിശേഷങ്ങളും അല്ലാത്ത വ്ളോഗും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.